എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലെയറിലേക്ക് സ്വാഗതം. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേപോലത്തെ വെജിറ്റബിൾ നൂഡിൽസ് വീട്ടിലെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കൊരു പാനിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് ഒടിച്ചിട്ട് വേണം വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു 150 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഈ നൂഡിൽസ് എത്ര സമയം കുക്ക് ചെയ്യണമെന്നുള്ളത് ഈ പാക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയം മാത്രം അത് കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് നല്ല കുക്കായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് റെഡിയായി വരാനായിട്ട്. അപ്പോൾ ഇത്രയും മതിയാവും. നമുക്കിനി ഇതൊന്ന് ഊറ്റിയെടുത്ത് വെക്കാം. ഇനി ഈ നൂഡിൽസ് ഈ ചൂടിൽ തന്നെ ഇരുന്ന് വീണ്ടും കുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടായിട്ടിരിക്കുന്ന ഒരു സാധനത്തിലോട്ട് തണുപ്പൊഴിച്ചു കൊടുത്താൽ അതിരുന്നൊന്നും കൂടെ ഒന്ന് കല്ലിച്ച് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നൂഡിൽസ് റെഡിയാക്കി എടുക്കുമ്പോൾ ഇതങ്ങനെ കുഴഞ്ഞു പോകത്തില്ല. അതിൻ്റെ മുകളിലോട്ട് 1 ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ്. സവാള ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അവരങ്ങനെ സവാള ചേർക്കാറില്ല നൂഡിൽസിൽ. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ്, ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം, ഒരു 1/2 കപ്പ് ക്യാബേജ്, പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ്, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, ഒരു 1/2 ടീസ്പൂൺ വിനിഗർ, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും നമ്മൾ എണ്ണയെ വഴറ്റിയിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതിനെ ഹൈ ഫ്ലെയിമിലിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ ആ വെജിറ്റബിൾസിലൊക്കെ സോസൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിക്കോളും. പിന്നെ ഈ വെജിറ്റബിൾസിൽ ഡയറക്റ്റ് സോസ് ചേർത്ത് കൊടുക്കാത്തത് വെജിറ്റബിൾസിൻ്റെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ സോയ സോസ് എടുക്കുമ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡ് സോസ് എടുക്കുക. അപ്പോഴായിരിക്കും നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിലൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എല്ലാത്തിലും നന്നായിട്ട് സോസൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഈ ക്യാപ്സിക്കത്തിൻ്റെ കളറൊന്നും മാറാതെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ നൂഡിൽസ് ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതെന്നും പറഞ്ഞിട്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഈ പാക്കറ്റിൽ വാങ്ങുന്ന മാഗി അതുപോലത്തെ മസാലകൾ ചേർത്ത നൂഡിൽസിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്